നമ്മൾ എന്തെങ്കിലും മതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പൗലോ കോലോ പറഞ്ഞതുപോലെ യൂണിവേഴ്സ് അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മളെ കൂടെ നിന്നിരും. നമ്മളങ്ങ് ആഗ്രഹിച്ചു കൊടുക്കാൻ മതി. അപ്പോൾ നമുക്ക് മനസ്സ് തുറന്നങ്ങ് ആഗ്രഹിക്കാം അല്ലേ. ഇപ്പോഴും ഈ ദീപക്ക് മോശമായ പെരുമാറിയ ഒരു വീഡിയോ ഒരിക്കൽ പോലും നമുക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ദീപകിന്റെ ടച്ച് ബാഡ് ആയിട്ടാണ് തോന്നിയത്. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിംജിത എന്ന് പറയുന്ന ഇവളെ പൊക്കിക്കൊണ്ട് നടക്കാൻ കുറെ ഫെമിനിസ്റ്റ് അമ്മമാർ ഇറങ്ങിയിട്ടുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദീപകിനെ കുറ്റക്കാരനാക്കണം, മാത്രവുമല്ല ഈ പറയുന്ന ഷിംജിതയെ അതിന് കുറ്റവിമുക്തയാക്കുകയും വേണം. അതാണ് ഈ പറയുന്ന ഫെമിനിസ്റ്റുകളുടെ ഉദ്ദേശം. ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു രണ്ടെണ്ണം ഉണ്ട് അവൻ്റെ അകത്ത് വന്നിരുന്നിട്ട് വലുതായിട്ട് അങ്ങ് സംസാരിച്ചു. ഒന്ന് ശ്രീലക്ഷ്മി അറക്കൽ, അറിയാമല്ലോ, ഒരു തീട്ട കേസ്, അത് തന്നെയാണ് ഏറ്റവും കൂടുതലും സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് വേറൊരുത്തിയുണ്ട്, ഒരു കണ്ണാടി വെച്ച ഒരു പുള്ളിക്കാരി, ഐശ്വര്യ എന്ന് കണ്ടാണ് പേരെന്ന് തോന്നുന്നു. ഓക്കെ, ആ പുള്ളിക്കാരി ശ്രീകണ്ഠൻ നായർ പണ്ട് ഏഷ്യാനെറ്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഷോ ഉണ്ടല്ലോ, തമ്മിൽ എന്ന് പറഞ്ഞത്, അത് ആ ഒരു ഷോയിനെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം 24 തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമിന്റെ അകത്തെ ആദ്യത്തെ ചർച്ചയായിരുന്നു ഇന്നലെ ദീപക്കുമായി ബന്ധപ്പെട്ട്. ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് വളരെയധികം ദേഷ്യവും വന്നു, അത് മാത്രമല്ല ഒരു സന്തോഷവും വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫെമിനിസ്റ്റുമാരുടെ മുഖംമൂടി നമുക്ക് പുറത്തറിയാനായിട്ട് സാധിച്ചു. കാരണം ഇവളുമാരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് ഇന്നലെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ എന്താണ് അതുകൊണ്ട് എനിക്ക് ദേഷ്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛനെയും അമ്മയും മുമ്പിൽ ഇരുത്തിക്കൊണ്ടാണ് ഇവർ ഈ ഒരു സംഭവം നടത്തിയത്. അതായത് അച്ഛനും അമ്മയും ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അവർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. അവരുടെ മുമ്പിൽ ഈ പറയുന്ന ദീപകിനെ പിന്നെയും വലിച്ചു കീറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇന്നലെ ആ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഈ അമ്മ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കി. വന്ന വിധി ഇനി ഒരാൾക്കുണ്ടാവരുത്, അതെനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇനി അങ്ങനത്തെ ഒരു പെൺ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല, അതിനെ കൊടുക്കരുത്, അതാണ് എൻ്റെ ആവശ്യം. ഇനി എന്താ ചെയ്യാൻ പറയണ്ടേ? എൻ്റെ മോനെ ആലോചിച്ചിട്ട് ഞാൻ എങ്ങനെ എത്ര കാലം അങ്ങനെ ജീവിക്കാൻ എനിക്കറിയില്ല. എൻ്റെ കുട്ടീനെ ആലോചിച്ചയച്ച എൻ്റെ മനസ്സൊക്കെ പോയി. ഓരോ ദിവസങ്ങൾ എൻ്റെ മോനെ കൊണ്ട് ഞാൻ ചിന്തിച്ചിട്ട് മോൻ നടക്കണതോ വരുന്നതോ മമ്മീന്ന് വിളിക്കണത് എനിക്ക് ആലോചിക്കാൻ വയ്യ. എൻ്റെ കുട്ടി അമ്മ മോളൊന്ന് എണീച്ച് രാവിലെ എണീച്ച് വന്നപ്പോൾ തിരിച്ചും കൊണ്ട് എൻ്റെ കുട്ടിക്കോണി ഇറങ്ങി വരിക. അതൊന്നും എനിക്ക് ഞാൻ ആലോചിക്കാൻ വയ്യ. എനിക്ക് എന്തൊക്കെയോ എന്താ എനിക്ക് അത്രയും നല്ലൊരു മോനാണ് എൻ്റെ പോയി കിട്ടിയത്. ഞാനെന്താ ചെയ്യണ്ടേ? ഒരു കാര്യം എന്നെ അറിയിക്കൂല മോയെ, ഒന്നും അറിയിക്കില്ല. അതപ്പം ഞാനതാ ഗ്യാസ് ഞാൻ അറിയും കൂടിയില്ല. അവൻ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക, കൊണ്ടുവരിക, കണ്ട് ഒന്നും അറിയില്ല, വീട്ടിലെ കാര്യങ്ങൾ അറിയില്ല, ഒന്നും എനിക്കറിയില്ല. അവൻ എന്നെ ഇങ്ങനെ കുട്ടികളെ മാതിരി കൊണ്ടു നടക്കുക. അങ്ങോട്ടും പപ്പ മമ്മീനെ നോക്കണേ, മമ്മിക്ക് വയ്യ, മമ്മിക്ക് ഇതന്നെ അവൻ്റെ പാർത്തിൽ, മമ്മീനെ ശ്രദ്ധിക്കണേ. എവിടെയും പോകുക വെച്ചാൽ അപ്പം പറയും മമ്മിയെ പാലടച്ചിരിക്കണം കേട്ടോ. പുറത്തൊക്കെ എന്താ കുട്ടിയാ, ഞാൻ ചെറുപ്പക്കാരത്തിയ 10-64 വയസ്സായിരുന്നു, തള്ളയല്ല നീ എന്താ പറഞ്ഞ മമ്മിയെ പറഞ്ഞിട്ട് കാര്യമില്ല മമ്മിയെ. ഇപ്പം ആണും പെണ്ണും ഒക്കെ കണക്കന്നെ അല്ലെ, ചെറുപ്പവും വയസ്സും ഒക്കെ കണക്കന്നെ, മമ്മി ശ്രദ്ധിക്കണം. അമ്മ പറയുന്നത് കേട്ട് വിഷമിക്കാത്തതായിട്ട് ആരും ഉണ്ടാകില്ല. ഇന്നലെ സത്യം പറഞ്ഞുകൊണ്ടല്ലോ എനിക്ക് വിഷമം തോന്നി. ഇപ്പോഴും ഇത് പറഞ്ഞത് കേട്ടപ്പോഴും എനിക്ക് വിഷമം തോന്നി. ഒരു അമ്മയുടെ വേദനയാണ്. ആ അമ്മ എത്രമാത്രം സ്നേഹിച്ചിരുന്നു ആ മകനെ, ആ മകൻ എത്രമാത്രം ആ അമ്മയെ സ്നേഹിച്ചിരുന്നു. ഒരു വൃത്തികെട്ടവൾ ഒരു വീഡിയോ എടുത്ത് അവനെ മോശക്കാരനായി ചിത്രീകരിച്ചപ്പോൾ സമൂഹത്തിന്റെ മുമ്പിൽ അവന് കിട്ടുന്ന ആ ഒരു നിന്ദയും പരിഹാസങ്ങളും സഹിക്കാൻ പറ്റാതെ ആ ചെറുക്കൻ പോയി അവന്റെ ജീവൻ അവസാനിപ്പിച്ചതാണ് അല്ലേ. എന്നിട്ട് ഇന്നലെ ഈ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് ഒരു ഫെമിനിസ്റ്റ്, ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന തീട്ടം, അവൾ പറയുകയാണ് അവൻ തൊട്ടു, അവന്റെ ആ തൊടലെ എനിക്ക് അങ്ങനെ തോന്നി എന്ന രീതിയിൽ അവൾ പറയുകയാണ്. അവൾ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഇവിടെയൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന കുറെ എണ്ണമുണ്ട്. ഇവിടെയൊക്കെ ഉദ്ദേശം എന്താണ്? അതായത് സ്ത്രീകൾ ചെയ്യുന്നതെല്ലാം നല്ലത്, പുരുഷന്മാർ ചെയ്യുന്നതെല്ലാം തെറ്റ് എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഇനിയും ബസ്സിൽ കയറുമ്പോൾ നിങ്ങൾ ഗവൺമെന്റിനോട് പറയുക, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയി ബസ് തരിക, നിങ്ങൾ സെപ്പറേറ്റ് പൊക്കോ. ഈ പുരുഷന്മാരുടെ കൂടെ നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ അഥവാ പുരുഷന്മാരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഇതുപോലെ ഒരു അലിഗേഷൻ കൊണ്ട് വരും അല്ലേ. ഇനി കണ്ടക്ടർ ടിക്കറ്റ് എഴുതി കൊടുക്കുന്ന സമയത്ത് അവന്റെ കയ്യെങ്ങാണം മുട്ടിക്കഴിഞ്ഞാൽ ഇനി കണ്ടക്ടറിന്റെ മണ്ടയ്ക്കാവും. അതുകൊണ്ട് തന്നെ ഇത് വേണ്ട. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ബസ് പാർട്ടീഷൻ ചെയ്യട്ടെ, 2 സൈഡായിട്ട്, ഒരു സൈഡില് പുരുഷന്മാർ, ഒരു സൈഡില് സ്ത്രീകൾ, അങ്ങനെ ഒരു പിന്നെ കോഴിക്കോട് പോലെ വേണമെങ്കിൽ 2 സൈഡിലും ഒരു പെണ്ണുങ്ങൾക്ക് പെണ്ണ് കണ്ടക്ടറും അതോടെ ആണുങ്ങൾക്ക് ആൺ കണ്ടക്ടറും ഇരുന്നോട്ടെ. 2 പേർക്കും വാതിലുണ്ടല്ലോ, കയറുകയും ഇറങ്ങുകയും ചെയ്തോട്ടെ, CCTV വെച്ചോട്ടെ. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ
പുരുഷന്മാർക്ക് എതിരെ സംസാരിക്കാനാണ് ഇവരെത്തുന്നത്. അല്ലാതെ ഇവിടെ ഈ പറയുന്ന ഷിംജിത ചെയ്ത തെറ്റിനെ ഇവര് ഒരിക്കലും തെറ്റെന്ന് പറയുന്നില്ല, ന്യായീകരിക്കുകയാണ്. അവിടെ ഇവക്ക് തോന്നുന്നുണ്ടെന്ന്, അവന്റെ ഈ പറയുന്ന ദീപകിന്റെ ടച്ച് അത് ബാഡായിട്ട് ഇവക്ക് തോന്നുന്നുണ്ടെന്ന് അവൾ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കിയേ. ഇനി സത്യം പറഞ്ഞുണ്ടല്ലോ, ഇങ്ങനെയുള്ളതിനോടൊക്കെ വെറുപ്പ് തോന്നി. ഇവിളൊക്കെയാണോ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? ഫെമിനിസം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത മൊണ്ണകൾ വന്നിരുന്നിട്ട് ന്യായീകരിക്കുകയാണ്. അതും ഈ പറയുന്ന എന്തിനവളെ, എന്താണ് ഇവളെയൊക്കെ പറയുക? എല്ലാം CCTV ഉണ്ട്. ആ ചിത്രത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതിലൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഈ ദീപക് മോശമായ പെരുമാറിയ ഒരു വീഡിയോ ഒരിക്കൽ പോലും നമുക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത് ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ദീപകിന്റെ ടച്ച് ബാഡ് ആയിട്ടാണ് തോന്നിയത്. ആ ഇട്ട വീഡിയോയ്ക്കകത്ത് ഏത് രീതിയിലാണ് ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനൊന്നും നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഷോവിനിസം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ മറുപടി നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഷോവിനിസം ഉണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. ദീപകിന്റെ ടച്ച് ബാഡ് ടച്ച് ആയിട്ട് തോന്നുന്നവര് ഉണ്ടെന്നാ പറയുന്നത്. ആരുണ്ട്? നിന്നെ പോലെയുള്ള കുറെ എണ്ണം ഉണ്ട്, അല്ലാതെ വേറെ ആർക്കും അത് തോന്നുന്നില്ല. അവൻ ആ സൈഡിൽ നിൽക്കുന്നു, അവന്റെ അടുത്ത് പോയി നിന്നിട്ട് അവിടെ മറ്റേത് കൊണ്ടുവന്ന് കൊടുത്ത് അതിങ്ങനെ അവള് കൊണ്ട് കൊടുക്കുകയാണ് വരയ്ക്കുന്നത്. അവൾ പോയി മുട്ടിയ സമയത്ത് അവൻ തള്ളി നീക്കുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെ ബാഗ് എടുക്കുമ്പോൾ മുട്ടിയതായിട്ട് തോന്നുന്നത്. അല്ലാതെ എന്താണ് അതിനെ സ്ലോ മോഷനിലാക്കി അവൾ വീഡിയോ പ്രചരിപ്പിച്ചിട്ട് അവൾ വന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തത് ഈ ദീപകിന്റെ മുമ്പിലുള്ള പെങ്കൊച്ചിന് ഇങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നു എന്നാണ് ഇവള് പറഞ്ഞത്. എന്നാൽ ഇവള് വന്നിട്ട് ഇപ്പൊ പരാതി വേറൊന്നും കൊടുത്തിരിക്കുന്നു, ഇവർക്ക് വേറെ ഉണ്ടായിട്ടുണ്ടെന്ന്. എന്നിട്ട് ആ വ്യക്തിയുടെ പേരൊന്നും പറഞ്ഞില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ ശ്രീലക്ഷ്മി അറക്കിത് പറയുന്നത് കേട്ടോ, നമുക്ക് അറപ്പൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വീഡിയോക്കകത്ത് ഒരിക്കലും ഒരു സ്ഥലത്ത് പോലും ദീപക് മോശമായി പെരുമാറിയിട്ടില്ല, സംശയമില്ല. ഒരു കാര്യമുള്ളൂ സാർ, ഇവർ പറയുന്ന ഒരു പോയിന്റ് കറക്റ്റ് ആണ്. നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഷോവിനിസം ഉണ്ട്, അതിന്റെ മറുപടി ഫീമെയിൽ ഷോവിനിസം അല്ല. നമ്മുടെ സമൂഹത്തിൽ മെയിൽ പാട്രിയാർക്കിയും ഷോവിനിസ്റ്റിക് ആറ്റിറ്റ്യൂഡും ഉണ്ട്, പക്ഷെ നേരെ തിരിച്ചതിന് മറുപടി ഫെമിനാസിസം അല്ല. നമ്മൾ ഫെമിനിസ്റ്റ് തമാശ പറയുന്ന പോലെ ഈ തീവ്ര ഫെമിനിസ്റ്റും തീവ്ര മെയിൽ ഷോവിനിസ്റ്റും അല്ലാത്ത ഒരു മധ്യമാർഗം നമുക്ക് എടുത്തൂടെ? അവിടെയാണ് നമ്മൾ പറയുന്നത്. എന്തായാലും ഇന്നലെ ഈ പറയുന്ന ഫെമിനിസ്റ്റുകളെ എല്ലാം വലിച്ചു കീറി ഒട്ടിച്ചെന്ന് പറഞ്ഞു മതി ഈ രാഹുൽ ഈശ്വർ. അതായത് 100 എണ്ണത്തിന് അര രാഹുൽ ഈശ്വർ മതി. അതുപോലെയാണ് ഇന്നലെ രാഹുൽ ഈശ്വർ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് പോലും ഇതുങ്ങൾ പിന്നെയും വന്നിരുന്നിട്ട് ന്യായീകരിക്കുകയാണ്. ഇവള് പറഞ്ഞല്ലോ കോടതിയാ തീരുമാനിക്കുന്നത്. ഇന്നലെ വന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് ഉണ്ടായിരുന്നത്? 7 വീഡിയോ ആണ് ഇവള് ചിത്രീകരിച്ചത്. അത് മൊത്തം അവള് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവള് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചവളാണ്. എന്നിട്ട് ഇവക്ക് തോന്നിയ, അല്ലെങ്കിൽ ഇവക്ക് നല്ലതെന്ന് തോന്നിയ ആ ഒരു വീഡിയോ ഇവള് എഡിറ്റ് ചെയ്ത് ചേർത്ത് വെച്ചതിന് ശേഷം എന്നിട്ട് ആ വീഡിയോ അവൾ പബ്ലിക് ചെയ്തു. അതാണ് അവൾ ചെയ്തത്. എന്തായാലും ഇവരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുതുതായിട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് കേട്ടു നോക്കി. കോഴിക്കോട് ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിതയുടെ ഫോൺ വിശദമായി പരിശോധിക്കാൻ പോലീസ്. ബസ്സിൽ നിന്ന് ചിത്രീകരിച്ച 7 വീഡിയോകളും എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നിഗമനം. ഷിംജിതയ്ക്ക് ആരുടെയും സഹായം ലഭിച്ചോ എന്നും പരിശോധിക്കും. ഷിംജിതയ്ക്കായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ബസ്സിൽ ലൈംഗികാതിക്രമം നേരിട്ടെന്ന ഷിംജിതയുടെ പരാതിയിലും പോലീസ് അന്വേഷണം തുടങ്ങി. സുനോയ് തോമസോട് കൂടുതൽ വിവരങ്ങളുമായി. സുനോയ് തോമസ്, വെരി ഗുഡ് മോർണിംഗ്. സുനോജ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റീലുകൾക്കും അപ്പുറം ചില CCTV-കൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ നടത്തിയ അന്വേഷണത്തിൽ ഈ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർക്കാർക്കും അങ്ങനെ ഒരു സൂചന കിട്ടിയിട്ടില്ല, അങ്ങനെ ഈ ഷിംജിത പരാതി പറഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ പോലും അസ്വാഭാവികമായ ഒന്നും തന്നെയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു നിരപരാധിയെ ബലി കൊടുത്തു എന്ന് പറയേണ്ടി വരും. ഈ റീല് കൊണ്ട് റീത്ത് വാങ്ങി അതാണ് ഷിംജിത ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷിംജിതയുടെ സഹോദരൻ ഒരു പരാതിയും കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ നീക്കം എങ്ങനെയാണ്? ഷിംജിതയുടെ എല്ലാ വാദങ്ങളും തള്ളുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ ഇതിനകം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞോ? കസ്റ്റഡിയിൽ വാങ്ങുമോ ഷിംജിതയെ? സിനോജ്, ഗുഡ് മോർണിംഗ്. ഹരികുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഷിംജിത ഉത്തരം നൽകേണ്ടതുണ്ട്. സഹോദരൻ നൽകിയ പരാതി അത് 16-ാം തീയതി തന്നെ കൊടുത്തിരുന്നെങ്കിൽ ഈ സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. ദീപകിന്റെ മരണം പോലും ഒരുപക്ഷെ നടന്നേക്കില്ലായിരുന്നു. പക്ഷേ വൈകിയാണ് ഷിംജിത ഇമെയിൽ വഴി, അതും ഷിംജിതയല്ല, ഷിംജിതയുടെ സഹോദരനാണ് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അത് പരാതി കൊടുത്തിരിക്കുന്നത് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസാന മാർഗമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അല്ലാതൊന്നുമല്ല. അവള് വൈറലാകാനായിട്ട് ശ്രമിച്ചു വരുത്തിയാണ്. അതിനുവേണ്ടി ഈ പറയുന്ന ദീപകിനെ കരുവാക്കി അവള്. 7 വീഡിയോ ഒക്കെ ചിത്രീകരിക്കുന്നത് എന്തിനാ? ഒരാൾ നമ്മളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് 7 വീഡിയോയുടെ ആവശ്യം എന്തിനാ? ഒരു വീഡിയോയിൽ തന്നെ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ.
അപ്പൊ അതല്ല അവിടെ ലക്ഷ്യം. അവിടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ദീപക് അവിടെ ദേഹത്തൊന്ന് തട്ടണം. ആ തട്ടുന്ന സമയത്ത് അവൾക്ക് ആ വീഡിയോ എടുക്കുകയും അവൾ അത് വെച്ച് റീച്ച് ഉണ്ടാക്കുകയും ചെയ്യാം, ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ വെക്കുകയും ചെയ്യാം. അതായിരുന്നു അവിടെ ഉദ്ദേശം. അത് കൃത്യമായിട്ട് നടന്നു എന്നുള്ളതാണ്. അതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ആ ഒരു പുഞ്ചിരി, ആ പുഞ്ചിരിയിലുണ്ട് എല്ലാം. എന്തോ ഒന്ന് കിട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ ഇവള് കാട്ടി, അവൾ ഇട്ടു. ആ മനുഷ്യൻ അത് മാനസിക പ്രശ്നം ഉണ്ടാക്കി. ആ മനുഷ്യൻ അത് തടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ പോയി ഇത് ചെയ്തത്, ജീവൻ അവസാനിപ്പിച്ചത്. അല്ലേ? ഇവളെ പോലെ ഉള്ളവളെയാണ് സപ്പോർട്ട് ചെയ്യാൻ ശ്രീലക്ഷ്മി അറക്കലെ പോലെയുള്ള നെറുകെട്ട ഓമളുമാരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇവളൊക്കെ തീട്ടങ്ങളല്ലേ, തീട്ടങ്ങൾ. സമൂഹത്തില് വേണ്ടവർക്ക്, അതായത് എന്താ പറയുക, ആനുകൂല്യം വേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഇവളെ പോലെ ഉള്ളവളെയൊക്കെ പൊക്കിപ്പിടിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ വേണ്ട റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു 7 വീഡിയോ എടുത്തിട്ടുണ്ടെന്നും ഇവരുടെ ഇനി ഫോൺ പരിശോധിക്കുമ്പോൾ പല അക്കൗണ്ടുകൾ ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വീണ്ടെടുക്കണം. വീണ്ടെടുക്കുന്ന സമയത്ത് അറിയാം, ഈ ശ്രീലക്ഷ്മി അറക്കലെ നിനക്കൊക്കെ അറിയാൻ പറ്റും. അന്നേരം നീയൊക്കെ എന്ത് പറയുമെന്നൊന്ന് നോക്കണം കേട്ടോ. നീയൊക്കെ പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുന്നു. എല്ലാത്തിനെയും പൊക്കിപ്പിടിച്ച് നടക്കണ്ടെന്നേ. ഇവിടെ പുരുഷന്മാർക്ക് എന്തെങ്കിലും വരുമ്പോ ഇതുപോലെ നീ ഒന്നും പൊക്കി പിടിക്കാൻ വരത്തില്ലല്ലോ. അങ്ങനെ അന്നേരം നീ കംപ്ലീറ്റ് അങ്ങ് തട്ടിക്കളയുമല്ലേ. ഇവിടെ 50-50 ചാൻസ് എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. പുരുഷന്മാരുടെ കാര്യം വരുമ്പോൾ നീ 50-50 ചാൻസ് എന്ന് നീ പറയുമോ? ഇല്ലല്ലോ. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടത് ഷിംജിത എന്തിന് പയ്യന്നൂരിൽ പോയി. രണ്ടാമത്തെ ഉത്തരം ലഭിക്കേണ്ടത് ഈ ഷിംജിത 7 ദൃശ്യങ്ങൾ, ദീപകിന്റെ ഉൾപ്പെടെയുള്ള 7 അസ്വീകാര്യമായ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ചില ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് 10-9 സെക്കൻഡുള്ള വീഡിയോകളാക്കി സ്ലോ മോഷനിലാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തത്. എന്തിനാ വീഡിയോ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് സ്ലോ മോഷനിലാക്കി പോസ്റ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതോ സ്ലോ മോഷനിലാക്കിയാലല്ലേ അവൾ വിചാരിച്ച കാര്യം നടക്കത്തുള്ളൂ. അത് ഫാസ്റ്റ് സ്പീഡിലൊക്കെ ആക്കി കഴിഞ്ഞാൽ എങ്ങനെ അതൊക്കെ നടക്കും? സ്ലോ മോഷൻ ആകുമ്പം ഇങ്ങനെ കൈവെക്കുന്നു, അങ്ങനെ തൊടുന്നു എന്ന പോലെയൊക്കെ ആവത്തില്ലയോ? നോർമൽ സ്പീഡിലാണെങ്കിൽ അത് ആർക്കും മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ എന്ത് സാധാരണയായിട്ട് നടക്കുന്ന അങ്ങനെയാണെങ്കിൽ കണ്ടക്ടറൊക്കെ ഈ ടിക്കറ്റ് എടുക്കാൻ ഈ സ്ത്രീകളുടെ ഇടയിൽ കൂടെ ഒക്കെ അല്ലേ പോകുന്നത്. അവരൊക്കെ എത്ര ടച്ച് ചെയ്തിട്ടുണ്ടാവും? അപ്പൊ അവരുടെയൊക്കെ ആണെങ്കിൽ നീയൊക്കെ വീഡിയോ എടുത്തു വെച്ചാൽ അതുങ്ങളുടെയൊക്കെ ജീവിതം എന്താവും? ഇനി കണ്ടക്ടർമാർക്ക് അതിലേക്കൂടെ വരാൻ പോലും പറ്റാത്ത അവസ്ഥയാവുമല്ലോ ഇങ്ങനെയാണെങ്കിൽ. ഈ ചെറുക്കൻ ഈ പറയുന്ന ദീപക് ബാഗ് ഇങ്ങനെ പൊക്കുന്നതാണ്, എന്നിട്ട് പോലും ആ ചെറുക്കനെ വെറുതെ വിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടർമാരുടെ അവസ്ഥ ഇനി എന്താവും? എന്റെ പ്രിയപ്പെട്ട കണ്ടക്ടർമാരെ, നിങ്ങളൊന്ന് സൂക്ഷിച്ചോ. ഇനി അടുത്ത കെണി നിങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്ത്രീകളുടെ ഭാഗത്ത് വേറെ കണ്ടക്ടറിനെ വെച്ചോ, സ്ത്രീ കണ്ടക്ടറെ വെച്ചോ. പുരുഷന്മാരുടെ സ്ഥാനത്ത് ആൺ കണ്ടക്ടർമാർ നിന്നാ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഇനി അടുത്ത പണി. എല്ലാ സ്ത്രീകളും അങ്ങനല്ല കേട്ടോ, കുറെ എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോ കാണുന്ന എല്ലാ സ്ത്രീകളും ഇതിനെക്കുറിച്ച് നിങ്ങൾ തെറ്റായിട്ടൊന്നും എടുക്കരുത്. കുറച്ച് അവളുമാരുണ്ട്, ഈ ശ്രീലക്ഷ്മി അറക്കിലെ പോലെ കുറെ എണ്ണം ഉണ്ട്. അവിടെ ഇരിക്കുന്ന ആ ചുമന്ന സാരി കൊടുത്ത വേറൊരുത്തി ഉണ്ടല്ലോ, അവരെ കാണിച്ചു തരാം ഞാൻ. ഓക്കെ, അവളോട് രാഹുൽ ഈശ്വർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അതിന് കടന്ന് പപ്പടിക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം, ദീപകിന്റെ മരണത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് സ്വന്തം മൊബൈലിൽ നിന്ന് എന്തിന് ഡിലീറ്റ് ചെയ്തു? ഇനി ഷിംജിത പറയുന്നത് പോലെ ലൈംഗിക അതിക്രമം നടന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ എന്തിന് അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തെന്ന ഉത്തരത്തിലൂടെ ഷിംജിത ഉത്തരം പറയേണ്ടതുണ്ട്. നിലവിൽ മഞ്ചേരി ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. അധികം വൈകാതെ തന്നെ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. ഈ തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത് തന്നെ പോലീസ് വലിയ രഹസ്യ സ്വഭാവത്തിലാണ് അറസ്റ്റ് ചെയ്തത്. വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷയിലും പോലീസ് ആ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുണ്ട്. കാരണം തെളിവെടുപ്പിന് ഉൾപ്പെടെ പയ്യന്നൂർ ഉൾപ്പെടെ കൊണ്ടുപോകേണ്ടതുണ്ട്. വലിയ പ്രതിഷേധം പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ടാണ് പോലീസ് നീക്കങ്ങൾ നടത്തുന്നത്. അവള് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്നേ, അത് തന്നെയായിരുന്നു ഇവിടെ ഉദ്ദേശം. പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാണ്? ആ മനുഷ്യൻ ഒരു നിഷ്കളങ്കൻ, ഒരു സൗമ്യനായ മനുഷ്യനും ഈ പറയുന്ന സോഷ്യൽ മീഡിയ ബുള്ളിംഗ് ഒന്നും എന്താ പറയാ, അതിനൊന്നും തടുക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ അവസാനിപ്പിച്ചു. ആ അമ്മയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മകൻ, അല്ലെങ്കിൽ ആ അമ്മയെ നല്ല രീതിയിൽ കരുതിയ ഒരു മകൻ ഇങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് പോകണമെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ. ആ അമ്മയ്ക്ക് ഈ മകനേ ഉള്ളൂ. ഈ അമ്മയെന്ന് വെച്ചാൽ മകൻ ചത്തുകളയും, അതുപോലെ സ്നേഹമാണ്. അപ്പൊ ആ മകൻ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ അവൻ അതിന് മുമ്പേ ചിന്തിക്കത്തില്ലായിരുന്നോ എന്റെ അമ്മയുടെ അവസ്ഥ എന്ന്? അതുപോലും ചിന്തിക്കാതെ അവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യണമെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്? അതിലേക്ക് കൊണ്ടെത്തിച്ചത് എന്താണ്? ഇവിടെ ഈ വൃത്തികെട്ട ഇത് വീഡിയോ എടുപ്പലും അത് കഴിഞ്ഞ് അവിടെ ഒരു എക്സ്പ്ലനേഷനും ഇത് സമൂഹത്തിന് ഇട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോയോട് അവൾ ഇറക്കിയില്ലേ? അതുകൂടെയൊക്കെ ആയപ്പോഴത്തേന് അവൻ വിചാരിച്ചു എന്നെ മോശക്കാരനാക്കി, എന്റെ അമ്മയുടെ മുമ്പിൽ പോലും ഞാൻ ഇങ്ങനത്തവനായി പോവും എന്നുള്ള ഒരു ചിന്ത വന്നു കാണും അവന്. ഓക്കെ, എന്തായാലും രാഹുൽ ഈശ്വർ അണ്ണാക്കി കൊടുക്കുന്നത് ഒന്ന് കണ്ടു നോക്കി. നല്ല മറുപടിയാണ് രാഹുൽ ഈശ്വർ കൊടുത്തത്. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, മെൻസ് അസോസിയേഷനിലൊക്കെ ഇതുപോലെ സംസാരിക്കുന്ന ഒരാളുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഇല്ല എങ്കിൽ ആണുങ്ങളുടെ അവസ്ഥ വലിയ കഷ്ടമാണ്. ഇവിടെ വരണം, മെൻസ് അസോസിയേഷൻ വരണം, വന്നേ പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ ഇവളുമാരൊക്കെ ഇങ്ങനെ അങ്ങ് തുടങ്ങുകയാണെന്നേ. എന്തൊക്കെ പറയുന്നത് അവൾ ചെയ്തത് അവൾക്ക് തോന്നി പോലും.
അതിന്റെ അകത്ത് ഈ പറയുന്ന ദീപകിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നും ദീപക് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നൊക്കെ അവർക്ക് തോന്നി പോലും. അതാണ് അവൾ പറയുന്നത്, ഈ ശ്രീലക്ഷ്മി അറക്കല്. 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ പറഞ്ഞാൽ പുരുഷൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ചാപ്പയോടെ ജീവിക്കണോ? അയാൾ എങ്ങനെ ഡിസ്പ്രൂവ് ചെയ്ത്? ഒരു സെക്കൻഡ്, രാഹുലിന്റെ മറുപടി. 48 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അതേ സ്ത്രീയുടെ അതേ എക്സ്പീരിയൻസ് ഈ പുരുഷനുണ്ട്. അതുകൊണ്ട് സ്ത്രീ അവൻ അഡ്രസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആയിക്കോട്ടെ മാഡം, അയാൾ എന്ത് ചെയ്യണം? അയാൾ എങ്ങനെ രാഹുൽ ഈശ്വർ ഞാൻ രാഹുൽ ഈശ്വറിനോട് കോൺവെർസേഷന്റെ ഭാഗം മുട്ടാത്തക്കം ആർഗ്യുമെന്റ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ക്ലാരിറ്റിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുട്ടാത്തക്കം കൊണ്ടുപോകുന്നെങ്കിൽ താങ്കളുടെ സഹോദരനോ എന്റെ സഹോദരനോ നേരെ 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ ആരോപണം ഉന്നയിച്ചു. അയാൾക്ക് എന്താണ് ലീഗൽ? അതെ, എന്റെ സഹോദരനാണ്, ഞാൻ അയാളോട് വൃക്തമായി ഇരുന്ന് ചോദിക്കും, ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തെ സൈഡും കേൾക്കാൻ തോന്നും എന്തുകൊണ്ട് അവരത് പറഞ്ഞു. അല്ലാതെ ഞാൻ ആദ്യം എന്റെ ബ്രദർ പറഞ്ഞു ഇറ്റ് ഈസ് നോ, അവൻ നല്ലവനാണെന്ന് ഞാൻ വാദിക്കാൻ ശ്രമിക്കും. ആരും പറഞ്ഞില്ലല്ലോ. അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പരാതി കൊടുക്കാതെ മീഡിയക്കാരെ റേപ്പിസ്റ്റ് എന്ന് വിളിക്കും. ഇയാൾക്ക് ഒരിക്കലും ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല. മരിക്കുന്നത് വരെ ഇയാൾക്ക് റേപ്പിസ്റ്റ് ചാപ്പയുണ്ടാകും. ഇയാൾക്ക് ഭാര്യയുണ്ട്, അവർ സ്കൂളിൽ സത്യമല്ലേ ഇവിടെ രാഹുൽ പറഞ്ഞത്? ഒരാൾക്ക് നേരെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഫേക്ക് അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അവൻ മരിക്കുന്നിടം വരെ അവന്റെ മുകളിൽ തന്നെ അത് നിൽക്കും, ഇല്ലേ? ഇവർക്ക് എന്താണ്? ഇവർക്ക് കുഴപ്പമില്ല, ഇവർക്ക് എൻജോയ് ആയിട്ട് ജീവിച്ചു പോകാം. പക്ഷെങ്കിൽ ഇവിടെ ഒരു ആരോപണം എത്തിയ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഇതിനകത്ത് ശ്രീകണ്ഠനാഥ് സാർ പറയുന്നുണ്ട്, ഒരു DYSPയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ ഒരു ഫേക്ക് അലിഗേഷൻ കൊടുത്തിട്ട് ആ പറയുന്നത് അത് ഫേക്ക് ആണെന്നൊക്കെ മനസ്സിലായി, അത് ആരാണ്ട് കാശ് കൊടുത്തിട്ടൊക്കെ പറയിപ്പിച്ചാണെന്ന് മനസ്സിലായെങ്കിൽ പോലും ഇന്ന് ആ DYSPയോട് ഈ പറയുന്ന ശ്രീകണ്ഠ സാർ ചോദിച്ച സമയത്തും അവർ പറയുകയാണ്, പുള്ളിക്കാരൻ പറയുകയാണ്, എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, എനിക്കൊരു കുടുംബത്തിന്റെ ഫംഗ്ഷനിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് എങ്ങോട്ടും ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല, ആ രീതിക്ക് എന്നെ ഇങ്ങനെ ആക്കി കളഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഇന്നലത്തെ ആ ഒരു തമ്മിൽ എന്നുള്ള എപ്പിസോഡിന്റെ അകത്ത് അദ്ദേഹം പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കോണം, ഇങ്ങനത്തെ ഒരു ഫേക്ക് അലിഗേഷൻ മൂലം നഷ്ടപ്പെടുന്നത് ഓരോ മനുഷ്യന്റെ ജീവനാണ്, ഓരോ മനുഷ്യന്റെ അഭിമാനമാണ്. അതിനൊക്കെയാണ് കളങ്കം വെക്കുന്നത്. അല്ലാതെ ഇതുങ്ങളെ പോലെ ഉള്ളതൊക്കെ വന്ന് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി മനുഷ്യനെ നാണം കെടുത്തി അവളുമാർക്ക് റീച്ച് ഉണ്ടാക്കി മേളിൽ പോകാം. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, അവനുണ്ടാകുന്ന വിഷയങ്ങൾ എത്ര അധികമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. പിന്നെ ഞാൻ എല്ലാ പുരുഷന്മാരെയും എല്ലാ സ്ത്രീകളെയും അനുകൂലിച്ചുകൊണ്ടല്ല പറയണേ. ഇവിടെ സ്ത്രീകൾക്ക് നേരെയും അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിനെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കെതിരാണെന്നൊന്നും ആരും പറഞ്ഞു വരണ്ട, സ്ത്രീകൾക്കെതിരൊന്നുമല്ല. എന്താണ് സത്യം അതിനൊപ്പമാണ്. ഇവിടെ സത്യം ദീപക്കിനൊപ്പമാണ്, ദീപക്കിന്റെ ഒപ്പം മാത്രമാണ് നമ്മൾ നിൽക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ പറയുകയാണ്. ഈ പറയുന്ന ഷിംജിതയ്ക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. അവളിപ്പോൾ രക്ഷപ്പെടാനായിട്ട് പുതിയൊരു മാർഗം കൊണ്ട് ഇറങ്ങിയേക്കുവാണ്, പുതിയ പരാതി കൊണ്ട്. എന്തായാലും അവിടെ ഫോൺ പരിശോധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കുക തന്നെ വേണം. ഫെമിനിസ്റ്റുമാരെ എത്ര എണ്ണം ഇറങ്ങി തിരിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളെ നേരിടാൻ ഈ പറയുന്ന രാഹുൽ ഈശ്വറുണ്ട്. രാഹുൽ ഈശ്വർ മാത്രമല്ല, പൊതുസമൂഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങി തിരിച്ച് ഇതുപോലത്തെ തോന്നിയ വർത്തമാനമൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു വെക്കുകയാണ്. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്തകം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.